നിയമം ഏതൊരു വ്യക്തിക്കും ഒരുപോലെയാണ്. ആരായാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. എന്നാൽ ശിക്ഷ വിധിക്കപ്പെടേണ്ടത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതിനു മുൻപേ ആരെയെങ്കിലും കുറ്റവാളി എന്ന മുദ്രകുത്തി പൊതുസമൂഹത്തിൽ പഴിചാരുന്നത് നീതിയല്ല, അത് ആൾക്കൂട്ട നീതിയാണ്. ഇവിടെ വിഷം തുപ്പുന്ന പാമ്പിനേക്കാൾ അപകടകരമാകുന്നത് ഒരു പ്രശ്നത്തെ സമീപിക്കുമ്പോൾ ചിലർ പുലർത്തുന്ന ചിന്താശൂന്യവും ക്രൂരവുമായ പ്രതികരണങ്ങളാണ്. സോഷ്യൽ മീഡിയയിലെ അധിക്ഷേപങ്ങളെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അദ്ദേഹം യാത്ര ചെയ്ത സ്വകാര്യ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ദീപകിന്റെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച ഷിംജിത മുസ്തഫയ്ക്കെതിരെ കേസെടുക്കുകയും അവർ ഒളിവിൽ പോകുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കേസ് നിൽക്കുന്ന ഘട്ടം ഇതാണ്. അതിനാൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വരട്ടെ, വസ്തുതകൾ വ്യക്തമാകട്ടെ. അതിനുശേഷം മാത്രമേ ആരാണ് പ്രതിയെന്ന് സമൂഹം തീരുമാനിക്കേണ്ടതുള്ളൂ. അതാണ് നിയമത്തിന്റെ വഴി, അതാണ് നീതിയുടെ അടിസ്ഥാന തത്വവും. എന്നാൽ ഈ സംഭവത്തെ ചുറ്റിപ്പറ്റി ചിലർ നടത്തുന്ന പ്രതികരണങ്ങൾ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ അപകടകരമാണ്. അത്തരത്തിൽ ഒരാളാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയുമായിരുന്ന അജയ് ഉണ്ണി. ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തെ തുടർന്ന് ഇദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച പ്രതികരണ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വിവരക്കേട് എന്ന് വിളിച്ചാൽ പോലും അത് അപര്യാപ്തമാകും. അതിലാഘവത്തോടെയും ഉത്തരവാദിത്വ ബോധമില്ലാതെയും ഷിംജിത മുസ്തഫയെ പോലെ ഇത്തരം വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണം എന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് അജയ് ഉണ്ണി നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായി ഇങ്ങനെ ഒരു നാണം കെടുത്താൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ, മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ച് പിന്നെ നാണം കെട്ടു മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത കുറ്റം ചെയ്തു എന്നുള്ള ആ മനസ്സിന്റെ ആ പശ്ചാത്താപത്തോടെ മാന്യമായിട്ട് മരിക്കാം. അല്ലാണ്ട് ഇതൊരു കുറ്റവും ചെയ്യാണ്ട് നമ്മൾ ഒരു ഭീരുവിനെ പോലെ മരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരു വ്യക്തിയുടെ അഭിപ്രായം എന്ന പേരിൽ പോലും ഇത്തരം ഒരു പരാമർശം അംഗീകരിക്കാൻ കഴിയില്ല. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല, അത് തുറന്നുവെച്ച കുറ്റകൃത്യ ആഹ്വാനമാണ്. ഇത്തരം ചിന്താഗതികൾ കൈവശമുള്ള ഒരാൾ അധികാരത്തിലേക്ക് എത്തിയിരുന്നെങ്കിലോ പൊതുപദവിയുടെ മറവിൽ ഇത്തരമൊരു സ്ത്രീ വിരുദ്ധത സമൂഹത്തിലേക്ക് ഒഴുക്കിവിട്ടിരുന്നെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്ര ഭീകരമായിരിക്കുമായിരുന്നു. ഈ സാഹചര്യത്തിൽ തൊടുപുഴയിലെ ജനങ്ങൾക്ക് വിവേകമുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. പൊതുസമൂഹം ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ഇത്തരത്തിലുള്ള ആളുകളോടാണ്. പബ്ലിക്കായി കേൾക്കുന്നവർക്ക് അറപ്പും ഭയവും ഉണ്ടാക്കുന്ന രീതിയിൽ സ്ത്രീ വിരുദ്ധതയെ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നവർ സമൂഹത്തിന് ഏറ്റവും വലിയ ഭീഷണിയാണ്. നിയമം അതിന്റെ വഴിയിലൂടെ പോകട്ടെ, അന്വേഷണങ്ങൾ പൂർത്തിയാകട്ടെ. എന്നാൽ അതിനിടെ ബലാത്സംഗം പോലുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളെ ലാഘവത്തോടെ പരാമർശിക്കുന്നവരെ നിസ്സംഗമായി കാണാൻ ഒരു ജനാധിപത്യ സമൂഹത്തിനും അവകാശമില്ല. നീതി വേണോ അതോ ശബ്ദമുള്ള വിഷം തുപ്പുന്ന വാക്കുകളാണോ വേണ്ടതെന്നാണ് നാം ഇവിടെ തീരുമാനിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് ZECO ന്യൂസ്.